Okay, good afternoon, students. അപ്പൊ നമ്മൾ എക്കണോമിക്സ് ചാപ്റ്റർ 2ലേക്ക് പോവാണ്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലംപൂറിന്റെ സ്റ്റോറി ഓഫ് ഹൈപ്പോത്തറ്റിക്കൽ വില്ലേജ് പലംപൂറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എക്കണോമിക്കലി നിങ്ങളുടെ ഒരു വില്ലേജുമായിട്ട് അതിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ എക്കണോമിക് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പൊ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വന്നാൽ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ പീപ്പിൾ ആസ് റിസോഴ്സ്. നമുക്കറിയാം റിസോഴ്സസ് വേണം. ക്യാപിറ്റൽ സൈഡിലൊക്കെ നമ്മൾ പറഞ്ഞു റോ മെറ്റീരിയൽസ് റിസോഴ്സസ് ഒക്കെ നമുക്ക് വേണം. അപ്പം നമ്മൾ ഹ്യൂമൻസ് പീപ്പിൾ ആസ് റിസോഴ്സ് ആയിട്ടുള്ളപ്പം അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ദ ചാപ്റ്റർ പീപ്പിൾ ആസ് റിസോഴ്സ് ഇസ് ആൻ എഫോർട്ട് ടു എക്സ്പ്ലെയിൻ പോപ്പുലേഷൻ ആസ് ആൻ അസറ്റ് for the economy rather than a liability. Population becomes human capital when there is investment made in the form of education, training, and medical care. In fact, human capital is the stock of skill and productive knowledge embodied in them. അപ്പം പീപ്പിൾ ആസ് എ റിസോഴ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഒരു എക്കണോമിക്ക് പോപ്പുലേഷൻ ഒരു അസറ്റായി മാറുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ് ഒരു ലയബിലിറ്റി ആയിട്ട് മാറുന്നത്. ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു ബാധ്യത. ഒരു അസറ്റ് ആവുന്നത് എപ്പോഴാണ് നമ്മൾ ഒരു പോപ്പുലേഷൻ, ഒരു ഹ്യൂമൻ, ഒരു പീപ്പിളിന് നമുക്ക് അവർക്ക് വേണ്ട റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അവർക്ക് ഒരു പ്രോപ്പർ ഹെൽത്ത് കെയർ, പ്രോപ്പർ ട്രെയിനിങ്, പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും, നല്ലൊരു ഔട്ട്പുട്ട്. അപ്പം പീപ്പിൾ എന്തായിരിക്കും, ഒരു അസറ്റ് തന്നെയായിരിക്കും അല്ലെ. അവർക്ക് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ കഴിയുന്ന സമയത്ത് അതൊരു അസറ്റ് തന്നെയായിരിക്കും. People as resource is a way of referring to countries' working people in terms of their existing productive skills and abilities. അതായത് നമ്മളെ കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന മെൻ ഓ വിമൻ, അവരുടെ സ്കിൽസും എബിലിറ്റീസും ഒക്കെ അനുസരിച്ചിട്ട് ഒരു പ്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടാവുന്നു, അതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന രീതിയിലാണ് പീപ്പിൾ ആസ് എ റിസോഴ്സിൽ പറയുന്നത്. This is the positive side of a large population that is often overlooked when we look only at the negative side, considering only the problems of providing the population with food, education, and access to health facilities. When the existing human resource is further developed by becoming more educated and healthy, we call it human capital formation that adds to the productive power of the country, just like physical capital information. Investment in human capital through education, training, medical care yields a return just like investment in physical capital. This can be seen directly in the form of higher incomes earned because of higher productivity of the more educated or the better trained persons, as well as the higher productivity of healthier people. അതായത് നമ്മളൊരു ഹ്യൂമന്, ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന് അല്ലെങ്കിൽ ആർക്കും ആയിക്കോട്ടെ, അവർക്കൊരു പ്രോപ്പർട്ടി, ഇപ്പൊ നമ്മൾ സ്കൂളിൽ കുട്ടികളെ വിടുന്നത് എന്തിനാണ്? ഒരു പേരന്റ്, ഇപ്പൊ നിങ്ങളൊരു പേരന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ, ഇപ്പൊ ഒരു പേരന്റ് ആയിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ്, ഇപ്പൊ നമ്മൾ അച്ഛനമ്മമാര് നമ്മളെ എന്തിനാണ് സ്കൂളിലേക്ക് വിടുന്നത്? പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിച്ച് പ്രോപ്പർ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കൊരു സെൽഫ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ അല്ലെ. നമുക്കൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഒരു ജോബിലേക്ക് എത്തിപ്പെടുന്നുള്ളൂ. ആ ജോബ് നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ജോബിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്കണോമിക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ചിലപ്പം IT ഫീൽഡിലായിരിക്കും ജോലി ചെയ്യുന്നത്, സിവിൽ സെക്ടറിലായിരിക്കും, കൺസ്ട്രക്ഷൻ സെക്ടറിലായിരിക്കും, അഡ്മിനിസ്ട്രേഷൻ സെക്ടറിലായിരിക്കും. ഇതിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുന്ന പ്രോപ്പർ എഡ്യൂക്കേഷൻ. ഇപ്പം ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളും ചെയ്യുന്നുണ്ട്. ഇപ്പം മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെറിയ ചെറിയ മാനുഫാക്ചറിങ് ഹോം മെയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ചെറിയ ട്രെയിനിങ് പഞ്ചായത്ത് തലത്തിലൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യോഗ ട്രെയിനേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഒരു 35 അബോവ് ഏജ് ആയിട്ടുള്ള വുമൺ ആയാലും മെൻ ആയാലും അവരപ്പം പോയിട്ട് ഒരു ട്രെയിനിങ് എടുത്തിട്ട് യോഗ ട്രെയിനേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? പ്രോപ്പർ ട്രെയിനിങ്, ഒരു പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ കൊടുക്കുന്ന സമയത്താണ് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അത് അവർക്ക് മാത്രമല്ല, എക്കണോമിക്കലി നമ്മളെ സറൗണ്ടിങ്സിൽ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലേക്കാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ മാറുന്നത്.
ഓക്കെ. ഇപ്പം ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ചിലര് പഠിപ്പിക്കുന്ന ടീച്ചർ ആണ്, ടൈലർ, ഡോക്ടർ, ഇതൊക്കെ ഒരു പ്രൊഫഷൻ ആണ് അല്ലെ. ആ പ്രൊഫഷനിലേക്ക് നമ്മൾ എത്തുന്ന എപ്പോഴാണ്? നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ. നോട്ട് ഓൺലി ഡു ദ മോർ എഡ്യൂക്കേറ്റഡ് ആൻഡ് ദ ഹെൽത്തിയർ പീപ്പിൾ ഗെയിൻ ത്രൂ ഹയർ ഇൻകം, സൊസൈറ്റി ഓൾസോ ഗെയിൻസ് ഇൻ അതർ ഇൻഡയറക്ട് വേസ് ബിക്കോസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് എ മോർ എഡ്യൂക്കേറ്റഡ് or a healthier population spreads to those also who themselves were not directly educated or given healthcare. In fact, human capital is in one way superior to other resources like land and physical capital. Human resource can make use of land and capital. Land and capital cannot become useful on its own. അതായത് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ അവര് മാത്രമല്ല കൂടുതൽ ഈൽഡ് കിട്ടുന്നതും കൂടുതൽ ഇൻകം കിട്ടുന്നതും അവർക്ക് മാത്രമല്ല, ഇപ്പൊ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അവരുടെ പേരൻസ് ആണെങ്കിൽ അവർക്കും കിട്ടുന്നുണ്ട് അല്ലെ. അവരുടെ സറൗണ്ടിങ്സിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഫോർമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒരു ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. ഈ ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ് ഒരു എന്റർപ്രണർ ആയിട്ട് ഈ ലാൻഡും ക്യാപിറ്റലും എല്ലാം പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. For many decades in India, a large population has been considered a liability rather than an asset. But a large population need not be a burden for the economy. It just can be turned into a productive asset by investment in human capital. For example, by spending resources on education and health for all, training of industrial and agricultural workers in the use of modern technology, useful scientific researchers, and so on. അപ്പം ഇന്ത്യയിലെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇപ്പോഴും നിങ്ങൾക്കറിയാം കൂടുതൽ എന്താ പറയുക, എഡ്യൂക്കേഷൻ കൊടുക്കാത്തതായിട്ടും എഡ്യൂക്കേഷൻ കിട്ടാത്തതുമായിട്ടും ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഒരു 2024 ഈ ഒരു ഡെക്കേഡ് ഈ ഒരു കാലഘട്ടം എടുക്കുന്ന സമയത്ത് തന്നെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് കുറേ ആളുണ്ട്. പക്ഷേ നമ്മള് ഒരു 2020, 2015, 1993, 2000 ആ ഒരു ഇയറിനൊക്കെ വ്യത്യാസമായിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ ആ ഒരു സമയത്ത് പീപ്പിൾ ഒരു ബേർഡൻ, ഒരു ലയബിലിറ്റി ആയിട്ട് മാറും അല്ലെ. അതായത് ഒന്നും ചെയ്യാനില്ല, ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല, അവർക്ക് വേണ്ട ഫുഡ് തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത സമയത്ത് ഇറ്റ്സ് എ ലയബിലിറ്റി അല്ലെ. അപ്പം ഇത് മാറ്റി അതിനെ ഒരു ടേൺ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റീവ് അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഹ്യൂമൻ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെന്റ് ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം? എഡ്യൂക്കേഷൻ ആയിട്ടായിരിക്കണം, അവർക്ക് പ്രോപ്പർ ഹെൽത്ത് കെയർ ആയിട്ടായിരിക്കണം, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഇപ്പം ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും. ജന്മസിദ്ധമായിട്ട് ഇപ്പൊ പാട്ട് പാടുന്ന കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് അവർക്ക് കിട്ടുന്ന കഴിവാണ്. അത് ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കിട്ടുന്നുണ്ട് അല്ലെ. ആ പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ അവരെന്ത് ചെയ്യാണ്? ഇപ്പം അവര് നല്ലോണം പഠിച്ച് അവർക്കൊരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയാൽ അവരതിൽ ഒരു ഇൻകം കണ്ടെത്തും അല്ലെ. പിന്നെ അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്ങിൽ പാട്ട് പഠിക്കാൻ വരുന്നവർക്ക് ആ റിസോഴ്സസ് കൈമാറാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ കൂടുതൽ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു രീതിയിൽ. അപ്പൊ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്നത് ഏത് രീതിയിലായിരിക്കണം? എഡ്യൂക്കേഷൻ ആയിട്ടായിരിക്കണം. പിന്നെ പ്രോപ്പർ ട്രെയിനിങ്, മാനുഫാക്ചറിങ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ ആ ഒരു പ്രോപ്പർ ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. മനസ്സിലായോ? അപ്പം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ ബോക്സ് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ടാവും. അതിലൊരു സ്റ്റോറി ഓഫ് സകൽ, ഒരു സകൽ എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റോറി, ഇമാജിനറി സ്റ്റോറി ആയിരിക്കാം, പക്ഷെ നമുക്ക് നമ്മളുടെ ഡെയിലി ലൈഫും നമ്മളൊരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. There were two friends, Vilas and Sagal, living in the same village, Semapur. Sagal was a 12-year-old boy. His mother, Sheila, looked after domestic chores. His father, Buddha Chowdhury, worked in an agricultural field.
Sagal helped his mother in domestic chores. He also looked after his younger brother Jeetu and sister Setu. His uncle Shyam had passed the matriculation examination but was sitting idle in the house as he had no job. Buddha and Sheila were eager to teach Sagal. They forced him to join the village school, which he soon joined. He started studying and completed his higher secondary examination. His father persuaded him to continue his studies. He raised a loan for Sagal to study a vocational course in computers. Sagal was meritorious and interested in studies from the beginning. With great vigor and enthusiasm, he completed his course. After some time, he got a job in a private firm. He even designed a new kind of software. This software helped him increase the sale of the firm. His boss acknowledged his services and rewarded him with a promotion. ഓക്കെ, അപ്പൊ ഇപ്പൊ സകലിന്റെ ഒരു സ്റ്റോറി പറഞ്ഞു. നിങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ്, സ്റ്റോറി ഓഫ് വിലാസ്. Vilas was an 11-year-old boy residing in the same village as Sagal. Vilas' father Mahesh was a fisherman. His father passed away when he was only 2 years old. His mother Geeta sold fish to earn money to feed his family. She bought fish from the landowner's pond and sold it in the nearby mandi. Mandi പറഞ്ഞാൽ ചെറിയൊരു market. She could earned only rupees 150 a day by selling fish. Vilas became a patient of arthritis. His mother could not afford to take him to the doctor. He could not go to the school either. He was not interested in studies. He helped his mother in cooking and also looked after his younger brother Mohan. After some time, his mother fell sick and there was no one to look after her. There was no one in the family to support them. Vilas too was forced to sell fish in the same village. He, like his mother, earned only a meager income. Do you notice any difference between the two friends? What are those? In the two case studies, we saw Sagal went to school and Vilas did not go. Sagal was physically strong and healthy. There was no need for him to visit the doctor frequently. Vilas was a patient of arthritis. He lacked the means to visit the doctor. Sagal acquired a degree in computer programming. Sagal found a job in the private firm while Vilas continued with the same work as his mother. He earned a meager income like his mother to support family. In the case of Sagal, several there could not be any education or healthcare in the early part of his life. അതായത് ഇപ്പൊ നിങ്ങൾ ഈ രണ്ട് സ്റ്റോറി, വികാസിന്റെയും സകലിന്റെയും സ്റ്റോറി വായിച്ച സമയത്ത് രണ്ട് ഒരു ഡിഫറെന്റ് ജീവിത സാഹചര്യം, ഒരു ലൈഫ് സ്റ്റൈല് രണ്ട് പേരുടെയും ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പം വിലാസ് ആൻഡ് സകലിൻ്റെതാണെങ്കിൽ കുറച്ചും കൂടി ഒരു അഗ്രികൾച്ചറൽ ഫേമിൽ വർക്ക് ചെയ്യുന്നതാണ് അച്ഛൻ. അമ്മ അതേപോലെ ഹൗസ് ഹോൾഡ് വീട്ടുവേലയൊക്കെ ചെയ്യുന്നു. അനിയത്തിമാരുണ്ട്. പക്ഷെ അവന് പഠിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അവന്റെ അങ്കിൾ പഠിച്ചിട്ട് ജോലി ഇല്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു എഡ്യൂക്കേറ്റഡ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് എഡ്യൂക്കേഷന് വേണ്ടി പോയിട്ട് ഈ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും മക്കൾ പഠിക്കണം, അവരെ എങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സ്കൂളിൽ വിടണം, അതിനുശേഷം കോളേജിൽ വിടണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു ഫാമിലി ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവൻ കഷ്ടപ്പെട്ട് പഠിക്കുകയും ചെയ്തു. അവനൊരു ജോലി കണ്ടെത്തി, കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്. അതിനനുസരിച്ചിട്ട് അവനൊരു വേജ് കിട്ടാൻ തുടങ്ങി. അപ്പം ആ ഒരു കുട്ടി അവിടെ എഡ്യൂക്കേറ്റിലൂടെ, അവന് 2 സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയുന്നു അല്ലെ. ആ സിസ്റ്റേഴ്സിനും അവൻ അത് എന്തായാലും ഷെയർ ചെയ്യും. ആ അച്ഛനും അമ്മയും അയാളെ പഠിപ്പിക്കാൻ വിട്ടതുപോലെ തന്നെ അവരുടെ 2 മക്കളെയും പഠിപ്പിക്കാൻ വിടും അല്ലെ. അപ്പം അവിടെ 3 എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആണ് അവിടെ ക്രിയേറ്റഡ് ആവുന്നത്. അവരവരുടെ ജോലി കണ്ടെത്തുന്നു. അതിലൂടെ അവർക്ക് അവരുടെ കുടുംബത്തിന് കഴിയാൻ വേണ്ടി പറ്റുന്നു. കൂടാതെ എക്കണോമിക്കലി ഇപ്പൊ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നു, അത് എക്കണോമിക്കലി ഒരു പ്രൊഡക്ഷൻ ആണ്.
അല്ലെ? ഹൈ ഹൈ നീഡ് ഓഫ് പ്രൊഡക്ഷൻ ആണത്, അല്ലെ? അപ്പൊ അതുപോലെ ഇപ്പൊ സകലിന്റെ വിലാസിന്റെ കേസ് പറയുകയാണെങ്കിൽ അച്ഛൻ മരിച്ചു. അപ്പം അമ്മ മീൻ വിറ്റിട്ടാണ് പണിയെടുക്കുന്നത്. ചിലപ്പം അമ്മയ്ക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമില്ലാതിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ 150 രൂപ പെർ ഡേ കിട്ടിയ ഒരാൾക്ക് കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ പഠിക്കാൻ പോ എന്ന് പറയാനുള്ള ഒരു ആഗ്രഹം പോലും ചിലപ്പോ അവിടെ ഉണ്ടായിക്കാണില്ല. അപ്പൊ അവനും അത് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമോ ഒന്നും ജീവിതത്തിൽ വന്നിട്ടില്ല. അപ്പം അമ്മയ്ക്ക് സുഖമില്ലാണ്ടായപ്പം അവനും എന്ത് ചെയ്തു? പഠിപ്പും ഒന്നും ഇല്ലാതെ അവന് കണ്ടറിഞ്ഞ ഒരു പണി എന്ന് പറയുന്നത് അവന്റെ അമ്മ മീൻ വിൽക്കാൻ പോയ ഒരു പണിയാണ്. അപ്പൊ അതിലേക്ക് തന്നെ എന്ത് ചെയ്യും? വിലാസ് ഇറങ്ങും. മനസ്സിലായോ? രണ്ട് കേസ് സ്റ്റഡീസ് ആണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്കും നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ പേജ് ഒന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട്, ഒന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, സോറി. നമുക്കത് നിങ്ങളെ ഫ്രണ്ടൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഫാമിലി മെമ്പേഴ്സിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒരു സർവേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ചെയ്ത പോലെ തന്നെ ഒരു സർവേ എടുത്ത് നോക്കാം. എഡ്യൂക്കേഷൻ എങ്ങനെ നടക്കുന്നു, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള രീതി ഒന്ന് നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കാരണം നിങ്ങൾ എക്കണോമിക്കലി അപ്വേർഡ് ആവാൻ വേണ്ടിയിട്ടാണ്, എക്കണോമിക് കാര്യങ്ങൾ കുറച്ചും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ നിങ്ങൾക്ക് ഈ സോഷ്യൽ സയൻസ് ഭാഗമായിട്ടുള്ള എക്കണോമിക്സ് കൂടുതൽ നിങ്ങൾക്ക് അതിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, നോളജ്. അപ്പം അതാണ് മെയിൻ ആയിട്ട് അവിടെ ഉള്ളത്. Investment in human resource can give high rate of return in future. This investment on people is the same as investment in land and capital. നമ്മൾ ലാൻഡിലും ക്യാപിറ്റലും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഈ ലാൻഡ് ആൻഡ് ക്യാപിറ്റലിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെക്കാളും കൂടുതൽ ഒരു ഹ്യൂമൻ, ഒരു ഒരു ആളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുമ്പോഴാണ് ആ നോളജ് ഹൈ ആവുന്നതും. ഇപ്പൊ ലാൻഡ് എങ്ങനെ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളെടുത്ത് നമുക്ക് ലാൻഡ് കൊടുത്തിട്ട് ഇത് ചെയ്യുക അത് ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? അയാൾക്ക് അതൊരു നോളജ് ഉണ്ടാവണം. മനസ്സിലായോ? അപ്പൊ അതാണ്. A child too with investment made on her education and health can yield a high return in future in the form of higher earnings and greater contribution to the society. Disadvantaged parents who themselves uneducated and lacking in hygiene keep their children in a similarly disadvantaged state. അതൊരു മേജർ ഒരു ഡ്രോബാക്ക് ആണ്. ഇപ്പൊ അത്യാവശ്യം പഠിപ്പും വിവരവും ഒന്നും ഇല്ലാതെ ഒരു പേരൻസ് ആണ് അവരെ മക്കളെ അങ്ങനെ ഒരു അൺഹൈജീനിക് എൻവയോൺമെന്റിലാണ് വളർത്തുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മൾ വിലാസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ഫ്യൂച്ചർ ആയിരിക്കും അവിടെ ഡെവലപ്പ് ആവുക. പക്ഷെ നമ്മളത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ എന്താ പറയാ, ഇപ്പം സകലിന്റെ കാര്യം പറഞ്ഞപ്പോ സകൽ ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആയി. സകലിന്റെ കുട്ടികൾ ഇനി അവന്റെ കുട്ടികളെ എന്തായാലും എഡ്യൂക്കേറ്റഡ് ആക്കും. കാരണം അവര് ഹൈ ഏർണിങ്സ് കിട്ടിത്തുടങ്ങി. അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അവർക്ക് പോസിറ്റീവ്ലി, ഏത് ഹെൽത്ത് കെയർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. എല്ലാത്തിലും അവർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അപ്പൊ എന്തായാലും അവർ അവരുടെ ഫ്യൂച്ചറിലേക്ക് അത് യൂസ് ചെയ്യാണ് ചെയ്യാം. Countries like Japan have invested in human resource. They don't have any natural resource. These countries are developed or rich. They import the natural resources needed in the country. How did they become rich, developed? They have invested on people, especially in the field of education and health. These people have made efficient use of other resources like land and capital. Efficiency and the technology evolved by people have made these countries rich or developed. ഇപ്പൊ എല്ലാവരും, എനിക്ക് തോന്നുന്നു എല്ലാവരും യൂട്യൂബ് എന്തായാലും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കും, വീഡിയോസ് കാണാനൊക്കെ. അപ്പൊ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്കറിയാം കുറെ ട്രാവൽ വ്ളോഗ്സ് ഉണ്ട്. ഞാൻ വലിയൊരു അഡിക്റ്റ് ആണ് ഈ ട്രാവൽ വ്ളോഗ് കാണാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് അതുകൊണ്ട് ഭയങ്കര യൂസ് ആണ് ഉണ്ടായത്. കാരണം ഇപ്പം നമുക്കറിയാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോവാണ്.
അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്നെ ഇത് ഭയങ്കരമായിട്ട്, ഇപ്പം ഞാൻ തായ്ലൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പിന്നെ അവിടുത്തെ കുറെ കാര്യങ്ങൾ അറിയാനും ഈ ട്രാവൽ ബ്ലോഗ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ട്രാവൽ ബ്ലോഗ്സ് നമ്മളെ ഒരു എക്സൈറ്റഡ് ആക്കുന്ന കാര്യം, ഡെവലപ്മെന്റ്, എക്കണോമിക്കലി ഡിഫറെന്റ് കൺട്രീസ് എങ്ങനെ ഡെവലപ്ഡ് ആയിരിക്കുന്നു, കുറെ റിസോഴ്സസ് എങ്ങനെ യൂസ്ഫുൾ ആക്കിയിരിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, നമ്മളെ കുറെ സ്ഥലത്ത് ഇന്ത്യന്റെ പല ഭാഗങ്ങളിൽ ടൗൺ പ്ലാനിങ് എന്താണെന്ന് അറിയാം. ടൗൺ പ്ലാനിങ് എന്താണ്? ഇപ്പൊ പാർക്കിംഗ് അതൊക്കെ ഡെഫിനറ്റ് ആയിട്ട് ടൗണിൽ എങ്ങനെ പോകണം, അങ്ങനെ പോകണം എന്നൊക്കെയുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ടൗൺ പ്ലാനിങ് സെക്ഷനിൽ വരുന്നത്. പക്ഷെ പല സിറ്റീസ്, ഇപ്പൊ ചെറിയ ചെറിയ ടൗൺ ആണെങ്കിലും നമുക്ക് ഇനി ഒരു ഡെവലപ്മെന്റ് വരാൻ കഴിയാത്ത ഒരു സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നത്. കാരണം വലിയ റോഡും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ അവിടെയുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളെ NH പണിയെടുക്കുന്നു അല്ലെ? ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള കണക്ഷൻ, ആ ഒരു പോകുന്ന എത്ര വീടുകൾ, എത്ര ടൗൺ തന്നെ മാറ്റി കളയേണ്ടി വന്നു. അതെന്താ വെച്ചാൽ പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ. പക്ഷേ ഇതേ റിസോഴ്സസ് തന്നെ വേറെ കൺട്രീസിലേക്ക് പോയാൽ അവരെങ്ങനെ ഒരു ഡെവലപ്മെന്റ് മുന്നേ വരും എന്നുള്ള രീതിയിൽ തന്നെ ഇതായിട്ട് അവരെങ്ങനെ അത് പ്ലാൻ ചെയ്തു. ഈ ജപ്പാന്റെ ഒക്കെ വ്ളോഗ് നിങ്ങൾ യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ കാണാം. പല റിസോഴ്സസ്, ചിലപ്പോൾ ചില റിസോഴ്സസ് ഒക്കെ നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഒന്നും അവിടെ കാണില്ല. പക്ഷേ അവരെങ്ങനെ അത് ഉള്ളത് വെച്ചിട്ട് അവരെങ്ങനെ ഇത്രയും ഡെവലപ്ഡ് ആയി. അവരുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ട്രെയിൻ അവിടെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അവരെങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തി. അവരുടെ കൺട്രി സൈഡിലേക്ക് പോയാൽ തന്നെ, കൺട്രി സൈഡ് എന്ന് പറഞ്ഞാൽ വില്ലേജസിലേക്ക് പോയാൽ തന്നെ അവിടെയും ഹൈ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് എല്ലാം അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതെങ്ങനെ അവിടെ എത്തി? കാരണം അവർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവര് പുതിയ ടെക്നോളജിയിലും ഹ്യൂമൻസിലും ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പുതിയ ടെക്നോളജി അവിടെ എങ്ങനെ ഡെവലപ്പ് ആവുന്നു, പുതിയ പുതിയ ഐഡിയാസ് എങ്ങനെ വരുന്നു, അതായത് ഹ്യൂമൻ ആസ് എ റിസോഴ്സ് കൺസിഡർ ചെയ്തിട്ട് അവർ അതിലേക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ജപ്പാൻ ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ഓക്കെ, നിങ്ങൾ എന്തായാലും അത് കമ്പയർ ചെയ്ത് നോക്കുക എങ്ങനെ. അപ്പൊ ഈ കമ്പയർ ചെയ്യുന്നതിന്റെ ഒരു ആവശ്യം, ഞാൻ എന്തിനാ ഇങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് പറയുന്നത് വെച്ചാല് നിങ്ങൾക്ക് തന്നെ കുറെ ഐഡിയാസ് വരും, ഇത് എങ്ങനെ നമുക്ക് മാറ്റാം. അതാണല്ലോ ഇപ്പൊ നിങ്ങൾ IAS പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് വരേണ്ട ഒരാളാണ്. ഓക്കെ, അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും ഇന്നോവേറ്റീവ് ആയിട്ടാണ് ചെയ്യേണ്ടത്. പഴയ ഒരാൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. നിങ്ങൾ കൂടുതലും പുതിയതായിട്ട് ഇന്നോവേറ്റ് ചെയ്തിട്ട് ഐഡിയാസ് കൊണ്ടുവരേണ്ടതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങളൊരു അഡ്മിനിസ്ട്രേറ്ററോ എന്തെങ്കിലും ആയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറെ ചുമതലകളുണ്ട് അല്ലെ? യു ഹാവ് ടു ഡു യുവർ വർക്ക് അല്ലെ? അത് നമ്മളെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെൽഫെയർ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഐഡിയാസ്, ഇത് അവിടെ ചിലപ്പം ചെറിയ പോവർട്ടി അങ്ങനെ ഉണ്ടാവും, കുറെ പേർക്ക് ജോലി ഇല്ലാതെ ഉണ്ടാവും. അവർക്ക് എങ്ങനെ ജോലി കൊടുക്കാം, എങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കാം, എങ്ങനെ ട്രെയിനിങ് കൊടുക്കാം, അതൊക്കെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഐഡിയ തിങ്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ കമ്പയറിങ് ചെയ്തതിലൂടെ നിങ്ങൾ കുറെ യൂട്യൂബിൽ കുറെ ട്രാവൽ വ്ളോഗ്സ് ഉണ്ട്, കുറെ രാജ്യങ്ങളുടെ ഐഡിയാസ് ഉണ്ട്, അവരെങ്ങനെ റിസോഴ്സസ് യൂസ് ചെയ്യുന്നു, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ വന്നു, അതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഈ ചാപ്റ്റേഴ്സുമായിട്ട് പരമാവധി കമ്പയർ ചെയ്യുക. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് വരുന്നത് എന്ന് പറഞ്ഞാല് എക്കണോമിക് ആക്ടിവിറ്റീസ് ബൈ മെൻ ആൻഡ് വിമൻ. ഓക്കെ, like Vigas and Sagal, people have been engaged in various activities. We saw that Vilas sold fish, Sagal got a job in the firm. The various activities have been classified into three main sectors: primary, secondary, tertiary. Primary sector includes agriculture, forestry, animal husbandry, fishing, poultry farming, mining, quarrying, etc. Manufacturing is included in the secondary sector. Trade, transport, communication, banking, education, health, tourism, services, insurance, etc. are included in the tertiary sector. The activities in this sector result in the production of goods and services. These activities add value to the national income.
അതായത് നമുക്കറിയാം വിലാസവും സകലിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റും, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു ടീച്ചർക്ക് ജോലി ചെയ്യുന്നു, ഇപ്പം ഇത് ഇപ്പൊ ഒരു യൂട്യൂബർ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആ ഒരു ജോലി ചെയ്യുന്നു. അതേപോലെ ഡോക്ടർ ഉണ്ട്, നേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഫഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു അഗ്രികൾച്ചർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെരുപ്പ് കുത്തുന്ന ആൾക്കാരുണ്ട്, കാർപ്പൻറ്റർ ഉണ്ട്. അങ്ങനെ ഓരോ സ്കെയിലിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോബ്സ് ഉണ്ട് അല്ലെ. അപ്പൊ വേരിയസ് ആക്ടിവിറ്റീസ് ആയിട്ട് ഇപ്പൊ നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇപ്പൊ നമ്മൾ 3 സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷ്യറി. പ്രൈമറി സെക്ടറിൽ വരുന്നതാണ് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ആനിമൽ ഹസ്ബൻഡറി, ഫിഷിംഗ്, പോൾട്രി, ഫാമിംഗ്, മൈനിങ്, ക്വാറിങ്. ഇതൊക്കെയാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്. സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ് മാനുഫാക്ചറിങ്. ഓക്കെ. നെക്സ്റ്റ് ടെറിഷ്യറി സെക്ടറിൽ വരുന്നതാണ് ട്രേഡ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ടൂറിസം, സർവീസസ് എക്സെട്ര. ഇതൊക്കെ എന്താണ്? ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ പഠിച്ചല്ലോ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ദ എയിം ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ്. നമുക്ക് വേണ്ട ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുക. അപ്പം ഈ സെക്ടേഴ്സ് ഒക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസസ് നടന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് ആഡഡ് വാല്യൂ ടു നാഷണൽ ഇൻകം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ്, ഈ എക്കണോമിക് ആക്ടിവിറ്റീസിന് തന്നെ 2 പാർട്സ് ഉണ്ട്. ചിലപ്പം 2 പാർട്സ് ഉണ്ട്: മാർക്കറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ്. എന്താണ് മാർക്കറ്റ് ആക്ടിവിറ്റീസും മാർക്കറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ്? ഓക്കെ. Market activities involve remuneration to anyone who performs that is activity performed for pay or profit. This includes production of goods or services, including government service. Non-market activities are the production for self-consumption. This can be consumption and processing of primary product and on-account പ്രൊഡക്ഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. അപ്പൊ 2 തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു: മാർക്കറ്റ് ആക്ടിവിറ്റീസും നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസും. മാർക്കറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് വരുന്ന ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു പേ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം ആയിട്ടുള്ള ഒരു കൺസംഷന് വേണ്ടിയിട്ടുള്ളതാണ് നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ്. ഇപ്പൊ ഒരു ആക്ടിവിറ്റി ആ ഒരു ഏരിയയിൽ വിസിറ്റ് എ വില്ലേജ് ഓർ കോളനി ലൊക്കേറ്റഡ് നിയർ ടു യുവർ റെസിഡൻഷ്യൽ ഏരിയ ആൻഡ് നോട്ട് ഡൗൺ ദ വേരിയസ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ൻ by the people of that village or colony. If this is not possible, ask your neighbor what is the profession, in which of these 3 sectors will you categorize their work. അപ്പം നിങ്ങൾക്കൊരു ആക്ടിവിറ്റിയാണ്, ഞാൻ ഈ കമ്പയർ ചെയ്യാനും സർവേ എടുക്കാനൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങളെ ഒരു വില്ലേജ്, അവിടെയുള്ള ആൾക്കാർ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അവര് ട്രാവൽ എങ്ങനെയാണ്, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ഒരു സെക്ഷനിൽ പറഞ്ഞില്ലായിരുന്നോ? അതേപോലെ തന്നെ ഇപ്പൊ അതേപോലെ നിങ്ങൾക്കൊരു വില്ലേജ് എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ എടുത്തിട്ട് അത് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ. പിന്നെ മെൻ ആൻഡ് വുമൺ എന്നുള്ള ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ആക്ടിവിറ്റീസ് എന്തൊക്കെ തരത്തിലുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞു. ഇപ്പൊ മെൻ ആൻഡ് വിമൺ എന്ന് പറയുന്ന ഒരു ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട് അല്ലെ. ഇക്വാളിറ്റി ഉണ്ടെങ്കിൽ കൂടിയും പല വർക്കിലും മെൻ ആൻഡ് വിമൺ എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടല്ല. അപ്പൊ നമ്മൾ പണ്ട് കാലം തൊട്ടേ വിമൺ എന്ന് പറയുമ്പോൾ വീട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെ, ഫുഡ് ഉണ്ടാക്കുക, യൂട്ടൻസിൽസ് ക്ലീൻ ചെയ്യുന്നത്, ക്ലോത്ത് കഴുകുന്നത്, അതേപോലെ നമ്മളെ വീട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയാണ് വിമൻ എന്ന് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം അവർക്ക് അതിന്റെ ഒരു വേജോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അവര് എന്താ പറയാ, അവരുടെ മെൻ, അതായത് ഹസ്ബൻഡ് ആയിരിക്കാം, ബ്രദർ ആയിരിക്കാം, സൺ ആയിരിക്കാം, അവര് പോയി വർക്ക് ചെയ്യുന്നതിന് വരുമ്പോ ഭക്ഷണം കൊടുക്കുക. അപ്പൊ അവരിലൂടെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ശരി തന്നെ. പക്ഷെ അവർക്ക് ഒരു വേജ് കാര്യങ്ങളിലൊന്നും ഇല്ല. പക്ഷെ ഇൻ കേസ് ഓഫ് ചിലപ്പം ചിലവരുണ്ടാവും, ഇപ്പൊ നമ്മൾ ഷീലേന്റെ കാര്യം പറഞ്ഞതുപോലെ, വിലാസിന്റെ അമ്മേന്റെ കാര്യം പറഞ്ഞതുപോലെ, മീൻ വിൽക്കാൻ പോകുന്ന അവർക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഇൻകം വരുന്ന സമയത്ത് അതൊരു
ഒരു നാഷണൽ ഇൻകം, ഒരു എക്കണോമിക് ഇൻകത്തിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ. Education helps individual to make better use of economic opportunities available for them. Education and skill are the major determinants of earning of any individual in the market. Women are paid low compared to men. Most women work for job security is not there. Various activities related to legal protection is neglected. Employment in this sector is characterized by irregular and low income. However, women with high education and skill formation are paid at par with the men. Among the organized sector, teaching and medicine attract them the most. Some women have entered administrative and other services, including jobs that need high levels of scientific and technological competence. ഇപ്പം മെൻ ഇൻ വിമൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറൈസേഷൻ ഞാൻ പറഞ്ഞല്ലോ. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടുവേല ചെയ്യുന്ന, അല്ലെ നമ്മളെ ഫാമിലി തന്നെ നോക്കുന്ന ഒരു 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 ക്യാരക്ടറൈസേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എല്ലാവർക്കും തുല്യമായി തന്നെ കൊടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പം ഒരു വീട്ടിൽ നിന്ന് ഒരു ബോയ് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു ഗേളും പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം നല്ലൊരു വർക്കില് ഇപ്പം പല സ്ഥലത്തും, അതായത് അഡ്മിനിസ്ട്രേഷൻ, IAS ഓഫീസർ, ഇപ്പൊ ഒരു കളക്ടർ ആവുന്നത് ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും ആവുന്നുണ്ട്. അത് അവരിലേക്ക് നമ്മളൊരു എന്താ പറയാ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുകയാണ് അല്ലെ. ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്, അവര് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്. അതാണ് ഇപ്പൊ വിമൻ ആൻഡ് മെൻ ഈക്വലി പെയ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ. അതൊക്കെ വരുന്നത് നമ്മൾ ഈ ക്യാരക്ടറൈസേഷൻ, അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് കൊടുക്കുന്ന സമയത്താണ്. ഇപ്പൊ ക്വാളിറ്റി ഓഫ് പോപ്പുലേഷൻ. The quality of population depends upon the literacy rate, health of a person, indicated by life expectancy and skill formation occurred by the people of the country. The quality of the population ultimately decides the growth rate of the country. Literate and healthy population are an asset. അപ്പം പോപ്പുലേഷന്റെ ക്വാളിറ്റി ഏത് രീതിയിലാണ് നമ്മൾ അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഹെൽത്ത്, അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി, അവരുടെ സ്കില്ല്, അവരെന്തിലാണ് നൈപുണ്യം ഉള്ളത്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വാളിറ്റി ഓഫ് പോപ്പുലേഷൻ അനലൈസ് ചെയ്യുന്നത്. അതിൽ ആദ്യം എഡ്യൂക്കേഷന്റെ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ സകലിന്റെ വിലാസിന്റെ എക്സാമ്പിൾ പറയുന്ന പോലെ തന്നെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഒരു എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്താലാണ് അവർക്ക് എന്താ പറയാ മേലേക്ക് ഒരു ലിറ്ററസി റേറ്റ് അവിടെ ഇൻക്രീസ് ആവുന്നുള്ളൂ. ഇപ്പം നെക്സ്റ്റ് പേജില് ഒരു 2017 വരെയുള്ള സെൻസസ് ഓഫ് ഇന്ത്യ ഓഫീസ് ഓഫ് രജിസ്ട്രാർ ജനറലിന്റെ ഒരു ലിറ്ററസി റേറ്റിന്റെ ഒരു ചാർട്ട് പ്രിപ്പറേഷൻ ആണ്. അതിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത് കാണുമ്പോൾ. പേഴ്സൺസ് ബ്ലൂ കളറിലാണ്, മെയിൽ ബ്രൗൺ കളറിലാണ്, ഫീമെയിൽ ഗ്രീൻ കളറിലാണ്. അപ്പൊ 1951 ഉള്ള ഒരു ലിറ്ററസി റേറ്റിൽ നിന്ന് 2017 ആയപ്പോഴത്തേക്കും എങ്ങനെ ഇത് ഉയർന്നു വന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാവുന്നില്ലേ? അതാണ് പറയുന്നത്. അത് കൂടുതൽ നമ്മൾ ആൾക്കാരിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങി. അതായത് കൂടുതൽ അവർ പഠിക്കണം, എന്തായാലും പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാലേ ഒരു ഭാവി ഉണ്ടാവൂ. ഇറ്റ്സ് ഗുഡ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ. ആ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് തന്നെ നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ. നിങ്ങളൊക്കെ പഠിക്കുന്നത് നിങ്ങൾക്ക് ഒരു റൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ? യെസ്. അപ്പൊ നമ്മളെ ഇന്ത്യ കുറേ സ്റ്റെപ്സ്, അതായത് ലിറ്ററസി റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ തരത്തിലുള്ള കുറെ എന്താ പറയാ സ്റ്റെപ്സ് അവര് എടുക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഇതിൽ തന്നെ പറയുന്നുണ്ട് നവോദയ വിദ്യാലയമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. There is also an establishment of pace setting of schools like Navodaya Vidyalaya. Vocational streams have been developed. അപ്പം നവോദയ വിദ്യാലയ സ്റ്റാർട്ട് ചെയ്തു, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എഡ്യൂക്കേഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് the literacy rate have increased from 18%
The literacy rate have been increased from 18% in 1951 to 85% in 2018. Literacy is not only a right, it is also needed if the citizens have to perform the duties and enjoy their rights properly. നമുക്കറിയാം നമുക്ക് കുറെ റൈറ്റ്സ് ഉണ്ട് അല്ലെ. ആ റൈറ്റ്സിനൊക്കെ നമുക്കൊരു ലിറ്ററസി, എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ഇപ്പൊ ആ റൈറ്റ് എന്താണെന്ന് അറിഞ്ഞാലേ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതറിയണമെങ്കിൽ നമുക്കൊരു എഡ്യൂക്കേഷൻ, പ്രോപ്പർ എഡ്യൂക്കേഷൻ വേണം. മനസ്സിലാവുന്നുണ്ടോ? Okay. As per 2011 census, literacy rate varied from 94% in Kerala to 62% in Bihar. അപ്പൊ കേരളയിലൊക്കെ എത്രത്തോളം ലിറ്ററസി റേറ്റ് ഹൈ ആയി. ഓക്കെ. സർവശിക്ഷ അഭിയാൻ ഒരു മേജർ സ്റ്റെപ്പാണ്. India government start ഒരു സർവശിക്ഷാൻ അഭിയാൻ is a significant step towards providing elementary education to all children in the age group of 6 to 14 years by 2010. It is a time-bound initiative of the central government in partnership with the states, local government and the community for achieving the goal of യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കണം. ആ ഒരു രീതിയിൽ വന്നതാണ് സർവശിക്ഷ അഭിയാൻ. ഓക്കെ. 2010 ആവുമ്പോഴത്തേക്കും ഇത് നടപ്പിലാക്കി മൊത്തത്തിൽ എല്ലാവർക്കും എത്തുന്ന രീതിയിലേക്ക് ആവണം എന്നാണ് ഇതിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ സ്കൂൾ ക്യാമ്പ്സ് വന്നു, ബ്രിഡ്ജ് കോഴ്സസ്, ചെറിയ ചെറിയ കോഴ്സസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. പിന്നെ മിഡ് ഡേ മീൽ സ്കീം ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ് ടു എൻകറേജ് അറ്റൻഡൻസ് ആൻഡ് റിട്ടൻഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് ഇംപ്രൂവ് ദർ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. ഇപ്പൊ നമുക്കറിയാം കുറെ വീടുകളിലൊക്കെ ഭക്ഷണം ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ മിഡ് ഡേ മീലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്കൂളിൽ, അതായത് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയൊക്കെ കുട്ടികൾ സാധാരണയായിട്ട് എന്തായാലും സ്കൂളിലേക്ക് വരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്താൻ തുടങ്ങി. ആ ഒരു ഡെവലപ്മെന്റ് ഒക്കെ വന്ന സമയത്ത്. ഓക്കെ. ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ GER. ഓക്കെ. ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ GER. Gross enrollment ratio GER. Okay. In higher education in the age group of 18 to 23 years is 27% in 2019 to 2020, which would be broadly in line with the world average. അതായത് എത്രത്തോളം എൻറോൾമെന്റ് നടന്നു എഡ്യൂക്കേഷൻ ലെവലില്, ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്രത്തോളം എൻറോൾ ചെയ്തു എന്നൊരു കണക്കാണത്. ഓക്കെ. അപ്പൊ അത് കൂടുതൽ ഡെവലപ്പായി, കൂടുതൽ ഇൻക്രീസ് ആയി എന്നാണ് കാണിക്കുന്നത്. മനസ്സിലായോ? There is also focus on distance education, convergence of formal, non-formal distance, IT education institutions. അതായത് നമ്മള് ഓൺലൈനായിട്ടൊക്കെ പഠിക്കുന്ന ആ ഒരു സ്കീമിലേക്കൊക്കെ ഇപ്പൊ എത്തിയില്ലേ. ഇപ്പൊ ഞാനിപ്പോ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നത്, ഇതൊന്നും പണ്ട് കാലത്തില്ല. അങ്ങനത്തെ ക്ലാസ്സുകൾ വരെ തുടങ്ങാൻ നമുക്ക് സാധിച്ചു. ആ ഒരു ഡെവലപ്മെന്റിലേക്ക് എത്തി. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞെന്താ, ഇപ്പൊ ഇത്രയും ഒരു ടോപ്പിക് നമ്മളൊരു കൺക്ലൂഷൻ പോലെ നമ്മൾ പറയുകയാണെങ്കിൽ, ഇത്രയും ഒരു ടോപ്പിക് പീപ്പിൾ ആസ് എ റിസോഴ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? കുറെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. പീപ്പിൾ ആസ് എ റിസോഴ്സ് ഒരു എക്കണോമിക് അതായത് നമ്മളെ ചുറ്റുപാടും, നമ്മുടെ എക്കണോമിക്കലി പീപ്പിൾ ഒരു അസറ്റായി മാറുന്നത് എപ്പോഴാണ്, അതൊരു ലയബിലിറ്റി ആവുന്നത് എപ്പോഴാണ്, ഒരു അസറ്റ് ആക്കാൻ, ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ, ഒരു പോസിറ്റീവ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ, മിയർലി നമ്മളെ വേൾഡ് അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യ, നമ്മളെ സ്ഥലം എന്താ പറയാ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് പീപ്പിളിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു, ആ ഇൻവെസ്റ്റ്മെന്റിലൂടെ എങ്ങനെ എഡ്യൂക്കേഷൻ ഈസ് എ ബെറ്റർ ഐഡിയ ഫോർ ദാറ്റ്. ഈ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ ഏത് കാര്യത്തിലാണെങ്കിലും നമുക്കൊരു നോളജ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ലെറ്റ്സ് ഡിസ്കസിൽ പറഞ്ഞിട്ടുണ്ട്, ഈസ് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് കോളേജസ് അഡിക്വേറ്റ് ടു അഡ്മിറ്റ് ദ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? ഡു യു തിങ്ക് വി ഷുഡ് ഹാവ് മോർ നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ്? വാട്ട് ഈസ് ദ ഇൻക്രീസ് നോട്ടീസ്ഡ് എമോങ് ദ ടീച്ചേഴ്സ് ഇൻ ദ ഇയർ? ഇപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ കുറെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും എന്താണ് അപ്പൊ അതൊരു പോസിറ്റീവ് സൈഡ് ആണ് അല്ലെ. കൂടുതൽ
കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നു, കൂടുതൽ എൻറോൾമെന്റ് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഹെൽത്ത് കെയർ കൊടുക്കണം അല്ലെ? PHSC ഗവൺമെന്റ് റൺ ചെയ്യുന്ന PHSC നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അതായത് ചെറിയ കുട്ടികളൊക്കെ മരിക്കുന്നത്, അതായത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ പ്രോപ്പർ കെയർ കിട്ടാതെയൊക്കെ മരിക്കുന്നത് പണ്ട് കാലത്തൊക്കെ കൂടുതലായിരുന്നു, കോമൺ ആയിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇത് over the last 5 decades, India has built a vast health infrastructure and also have developed the manpower required at primary, secondary and tertiary sector in government as well as in the private sector. അതായത് ഹെൽത്ത് സെക്ടർ, അതായത് എത്രത്തോളം ഡെവലപ്മെന്റ് വന്നു എന്നുള്ളത് നമ്മളെ ചുറ്റുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാം. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എത്ര അധികം വന്നിട്ടുണ്ട്. അത് നിങ്ങൾ 2 സർവേ, നമ്മൾ ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇയർലി ഉള്ള സർവേന്റെ കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നടന്ന ഡെവലപ്മെന്റ് എന്താണ് എന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഹാസ് come down from 147 in 1951 to 28 in 2020. ഓക്കെ. ഇതൊക്കെ മെയിൻ ഒരു എക്കണോമിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ ഹോസ്പിറ്റൽസ് വന്നതും PHSC വന്നതും ഓരോ കാര്യങ്ങളും ആളുകളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാല് അൺഎംപ്ലോയ്മെന്റ്. അവിടെ ചെറിയ ടോപ്പിക് എത്ര മെഡിക്കൽ കോളേജ് വന്നു, മെഡിക്കൽ കോളേജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ തന്നെ റെഫർ ചെയ്തിട്ട് എടുക്കുക. അതായത് എത്ര മെഡിക്കൽ കോളേജ് ഇപ്പം അറ്റ് പ്രസന്റ് ഇവിടെ ഉണ്ട്. ഇപ്പൊ വയനാട് ആണെങ്കിൽ മെഡിക്കൽ കോളേജ് ഇല്ല. അവര് പെട്ടെന്ന് ഒരു ഹയർ ഫെസിലിറ്റി വേണമെങ്കിൽ കോഴിക്കോട് വരണം. അപ്പൊ അതൊക്കെ ഒരു ഡ്രോബാക്ക് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ വെച്ചിട്ട് എന്താ ഒരു കമ്പാരിസൺ നടത്തുക. ഓക്കെ. നെക്സ്റ്റ് അൺഎംപ്ലോയ്മെന്റ് ആണ്. Unemployment is said to exist when people who are willing to work at the going wages cannot find jobs. അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ജോലി കിട്ടുന്നില്ലെങ്കിൽ അതാണ് അൺഎംപ്ലോയ്മെന്റ്. നമുക്ക് നമ്മുടെ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് വേജിന് നമുക്ക് ജോലി കിട്ടുന്നില്ല. അതാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. In case of India, we have unemployment in rural and urban areas. However, the nature of unemployment differs in rural and urban areas. In case of rural areas, there is seasonal and disguised unemployment. Urban areas have mostly educated unemployment. അപ്പൊ നമ്മൾ ഈ അൺഎംപ്ലോയ്മെന്റ് തന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ. റൂറൽ ഏരിയാസ് ഉണ്ട്, അർബൻ ഏരിയാസ് ഉണ്ട്. അതെന്താ നിങ്ങൾക്ക് അറിയാലോ. റൂറൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വില്ലേജസ്. അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയാസ്. അപ്പൊ ഈ റൂറൽ ഏരിയാസിലുള്ളത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, സീസണൽ ആൻഡ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അർബൻ ഏരിയാസിൽ വരുന്നതും കൂടുതലായിട്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് ആണ്. Seasonal unemployment happens when people are not able to find jobs during some months of the year. People dependent upon agriculture usually face such kind of problem. There are certain busy seasons when sowing, harvesting, weeding and threshing is done. Certain months do not provide much work to the people dependent on agriculture. In case of disguised unemployment, people appear to be employed. They have agricultural plot where they find work. This usually happens among family members engaged in agricultural activity. The contribution made by 3 extra people does not add to the contribution made by the 5 people. If 3 people are removed, the productivity of the field will not decline. The field requires the service of 5 people and the 3 extra people are disguised unemployment. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു അൺഎംപ്ലോയ്മെന്റ് റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസും ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ റൂറൽ ഏരിയാസിലുള്ളത് 2 തരത്തിലുണ്ട്, സീസണൽ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. സീസണൽ അൺഎംപ്ലോയ്മെന്റ് മെയിൻ എക്സാമ്പിൾ നമുക്ക് പറയുന്നത് ഫാമിങ്ങിന്റെ കാര്യത്തിൽ തന്നെ പറയാം.
നമുക്കറിയാം ചില മാസങ്ങളിൽ ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും കൾട്ടിവേഷനും ഒക്കെ നടക്കുന്ന സമയമായിരിക്കും. അപ്പൊ അവർക്ക് പണി ഉണ്ടാവും. പക്ഷെ ചില മാസങ്ങളിൽ ഇല്ലാത്ത സമയത്ത് അവർക്ക് പണിയില്ല, അൺഎംപ്ലോയ്മെന്റ് ആണ്. അതാണ് സീസണൽ പറയുന്നത്. ഈ ഒരു ഇയറിൽ ചില മന്ത്സിൽ പണി ഉണ്ടാവും, ചില മന്തിൽ പണിയില്ല. അതാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഫീൽഡിൽ ഒരു വയലിൽ പണിയെടുക്കുകയാണെങ്കിൽ അവിടെ 5 പേരുടെ പണിയെ വേണ്ടു. പക്ഷെ ഒരു 3 പേര് എക്സ്ട്രാ ആയിട്ട് അവിടെ പണിയെടുക്കുന്നുണ്ട്, മൊത്തം 8 പേര്. പക്ഷെ ഈ 5 പേരെ പണിയേ ഉള്ളെങ്കിൽ 5 പേരുടെ എഫേർട്ട് തന്നെ മതി അവിടെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഈ 3 പേരെ ഒഴിവാക്കിയാൽ അവരുടെ പ്രൊഡക്ഷന് ഒരു കാര്യങ്ങളും ഒരു നെഗറ്റീവും വരുന്നില്ല. പക്ഷെ ഈ 3 പേര് അധികമുള്ളത് അവിടെ ഒരു ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. മനസ്സിലായോ? നെക്സ്റ്റ് അർബൻ ഏരിയാസിൽ വരികയാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഏത് രീതിയിലാണ് വരുന്നത്? എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്, അതായത് പഠിച്ചിട്ടും പണി കിട്ടാത്ത അവസ്ഥ. അതായത് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ നമുക്ക് ജോലി കിട്ടുന്നില്ല. Unemployment leads to wastage of manpower resources. People who are an asset for the economy turn into a liability. There is a feeling of hopelessness and despair among the youth. People do not have enough money to support their family. Inability of educated people who are willing to work to find gainful employment implies a great social waste. മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ എക്കണോമിക്കലി പീപ്പിൾ ആസ് എ റിസോഴ്സ് അസറ്റ് ആവുകയാണ് വേണ്ടത്, ലയബിലിറ്റി ആവുകയല്ല ചെയ്യും. പക്ഷെ ഈ അൺഎംപ്ലോയ്മെന്റ് മാൻ പവർ റിസോഴ്സിന്റെ വേസ്റ്റേജിനെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ആ സമയത്താണ് നമ്മൾ എക്കണോമിക്കലി അതൊരു ലയബിലിറ്റി ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം നെക്സ്റ്റ് okay. Unemployment has detrimental impact on the overall growth of an economy. Increase in unemployment is an indicator of a depressed economy. It also wastes the resource which could have been gainfully employed. If people cannot be used as a resource, they naturally appear as a liability to the economy. അപ്പൊ ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അത് ഒരു പ്രൊഡക്ഷനും ഒരു പോസിറ്റീവും ഒരു ഫ്യൂച്ചറിലേക്ക് ഒന്നും നൽകുന്നില്ലെങ്കിൽ അതൊരു ലയബിലിറ്റി, ഡെഫിനറ്റ്ലി ഒരു ലയബിലിറ്റി ആയിട്ടാണ് വരിക. മനസ്സിലായോ? ഇതാണ് നമ്മുടെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു നെക്സ്റ്റ് പേജിൽ ഒരു സ്റ്റോറി ഓഫ് എ വില്ലേജ് ഉണ്ട്. ഓക്കെ, there was a village inhabited by several families. Each family produced enough to feed its members. Each family met its needs by the members making their own clothes and teaching their own children. One of the families decided to send one of its sons to an agricultural college. The boy got his admission in the nearby College of Agriculture. After some time, he became qualified in agro-engineering and came back to the village. He proved to be so creative that he could design an improved type of plow, which increased the yield of wheat. Thus, a new job of agro-engineering was created and filled in the village. The family in the village sold the surplus in a nearby neighboring village. They earned good profit, which they shared among themselves. Inspired by the success, all the families after some time held a meeting in the village. They all wanted to have a better future for their children too. They requested the Panchayat to open a school in the village. They assured the Panchayat that they would all send their children to school. The Panchayat, with the help of government, opened a school. A teacher was recruited from a nearby town. All the children of this village started going to school. After some time, one of the families gave training to his daughter in tailoring. She started stitching clothes for all the families of the village.
for everyone now wanted to buy and wear well-tailored clothes. Thus, another new job, that of a tailor, was created. This had another positive effect. The time of the farmers in going far for buying clothes was saved. As the farmers spent more time in the field, the yield of the farms went up. This was the beginning of prosperity. The farmers had more than what they could consume. Now they could sell what they produced to others who came to their village markets. Over time, this village, which formerly had no job opportunities in the beginning, had many like teacher, tailor, agro-engineer, and many more. This was the story of a simple village where the rising level of human capital enabled it to evolve into a place rich with complex and modern economic activities. ഈ സ്റ്റോറി ഞാനിപ്പോ ഈ സ്റ്റോറി വായിച്ചു, നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഇരുന്ന് മനസ്സിലായത്? സ്റ്റോറിയിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അതായത് ഒരു വില്ലേജിൽ കുറെ ആൾക്കാര് അവരുടെ ഫാമിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചു പോന്നിരുന്നു. പക്ഷെ ഒരു ഫാമിലിക്ക് അവരവരുടെ കാര്യങ്ങളൊക്കെ അവർക്കൊരു തോന്നൽ, ആ ഒരു തോന്നലിന്റെ ഭാഗത്തിലാണ് ആ ഒരു ഫുൾ ഡെവലപ്മെന്റ് അവിടെ വന്നത്, അല്ലെ? മനസ്സിലായോ? അപ്പം ആദ്യം വന്ന ഡെവലപ്മെന്റ് അവിടെ എന്താണ്? ആ ഒരു ഫാമിലി അവരുടെ ഒരു കുട്ടീനെ പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടു. സോറി, അഗ്രോ എഞ്ചിനീയർ ആയി. അപ്പൊ കൂടുതൽ അഗ്രോ എഞ്ചിനീയർ ആയി. അപ്പൊ അവരുടെ ഫീൽഡിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഇൻസ്ട്രുമെന്റ് അയാൾ ഉണ്ടാക്കി അവരുടെ ഫീൽഡിൽ ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പൊ അവിടെ ഒരു അഗ്രോ എഞ്ചിനീയർ ഉണ്ടായി. അയാളിലൂടെ വേറെ ഫാമിലീസും ഇൻസ്പയർഡ് ആയിട്ട് പഞ്ചായത്തിനോട് പറഞ്ഞു, നമുക്കൊരു സ്കൂള് ഡെവലപ്പ് ചെയ്യണം, ആ സ്കൂളിൽ എല്ലാ കുട്ടികളെ അയക്കും എന്ന് പറഞ്ഞപ്പോ പഞ്ചായത്തും ഗവൺമെന്റിനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ ഒരു സ്കൂൾ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ആ സ്കൂൾ ഡെവലപ്പ് ചെയ്തു. അപ്പൊ കുറെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി പോയി. അതിനുശേഷം ഒരു ഫാമിലിയിലുള്ള ഒരു കുട്ടീനെ ടൈലർ ആക്കാൻ പഠിപ്പിച്ചു. അപ്പൊ ആ കുട്ടി പഠിച്ച് തുണിയൊക്കെ തുന്നാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഫാമേഴ്സിന് മറ്റുള്ള സ്ഥലങ്ങളിലും പോയിട്ട് തുണി വാങ്ങേണ്ട ആ ഒരു ടൈം കൺസംഷൻ കുറഞ്ഞു. അപ്പൊ അവർ കൂടുതൽ ടൈം ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ നേരം അവർക്ക് കൂടുതൽ എന്താ പറയാ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റി എക്കണോമിക്കലി അവർ കുറച്ചും കൂടെ ആ ഒരു വില്ലേജ് എന്ത് ചെയ്തു, ആ ഒരു രീതിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ് അവിടെ ഉയർന്നു വന്ന സമയത്ത് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നു. അതുപോലെ തന്നെ ആ വില്ലേജ് അത്രത്തോളം ഡെവലപ്ഡ് ആയി. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ ഒരു സമ്മറി ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, you have seen how inputs like education and health helped in making people an asset for the economy. The chapter also discusses about the economic activities undertaken in the three sectors of the economy. We also study about the problem associated with unemployment. അപ്പൊ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കുക. നെക്സ്റ്റ് എക്സസൈസിൽ വരുമ്പം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ പീപ്പിൾ ആസ് എ റിസോഴ്സ്? How is human resource different from other resources like land and physical capital? What is the role of education in human capital formation? What is the role of health in human capital formation? What part does health play in the individual's work life? അപ്പോൾ ഒരു 15 ക്വസ്റ്റ്യനോളം നമ്മൾ ഈ ഒരു സെക്ഷനിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ള ആൻസേഴ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ആസിഫ് ടോട്ടലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ ചാപ്റ്റർ മനസ്സിലായി വിചാരിക്കുന്നത്. ഇതെല്ലാം കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്നതാണ്. എക്കണോമിക്സിന്റെ ബേസിസ് നമ്മൾ പഠിച്ചു വരികയാണ്. ആദ്യം നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ വില്ലേജിലൂടെ നമ്മൾ ഓരോ ഡിഫറെന്റ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി, പീപ്പിൾ, ഹ്യൂമൻസ്, ക്യാപിറ്റൽ എല്ലാം പഠിച്ചു. അപ്പൊ ഇത് ഹ്യൂമൻ ആസ് എ റിസോഴ്സ്, അൺഎംപ്ലോയ്മെന്റ് കാര്യങ്ങൾ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ഡെവലപ്പായി, ആ എക്കണോമിക്കലി വന്ന ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ്, പോസിറ്റീവ് നെഗറ്റീവ് സൈഡൊക്കെയാണ് ഇതിൽ കംപ്രൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്തും നോക്കുക. ഓക്കെ,
അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക, ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കുക. അപ്പൊ പീപ്പിൾ ആസ് എ റിസോഴ്സ് ലയബിലിറ്റി ആണോ അസറ്റ് ആണോ, അത് അസറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് നോക്കുക. ഓക്കെ, നമ്മളെ മെയിൻ റിസോഴ്സ് ആണ് ഹ്യൂമൻ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ labor or human resource is the work that goes into the production of a goods or service. Okay, when looking into this factor, we usually look at the number of workers and worker skills. നമ്മൾ എപ്പോഴും സ്കില്ല് നോക്കണം അല്ലെ, അതിനാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.